ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സെമീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വൻപയർ കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവെ വൻപയർ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ മടിയായിരിക്കും. ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാവും. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കുതിർന്ന് കിട്ടണം വൻപയർ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലോണം വൻപയറിൽ നല്ലോണം മിക്സ് ചെയ്യണം. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഹാഫ് വേവ് ആയതിന് ശേഷം നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാവുന്നതാണ്. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ വേവുള്ളൂ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വൻപയർ റെഡി ആയിട്ടുണ്ട്. വല്ലാതെ ഫ്രൈ ആയി പോവരുത്, അപ്പോൾ നമ്മുടെ വൻപയർ നല്ലോണം ഹാർഡാവും. അപ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല സ്മെല്ലൊക്കെ, ഗരം മസാലയുടെ ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അതിന് ഞാനിവിടെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില, പച്ചമുളക്, ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് നമുക്ക് ഹാഫ് വേവ് ആക്കി എടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച വൻപയർ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഇനി ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം. ആ വലിയ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഒരു മസാല പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ വൻപയർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറിൻ്റെ ഒക്കെ കൂടെ വൻപയറിൻ്റെ ആ ടേസ്റ്റൊന്നും അറിയേയില്ല. ഇതിൻ്റെ മസാല ഒക്കെ ആകുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.